നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക, നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാതിരിക്കുക. ഓക്കെ, എല്ലാവരും ഒരുപാട് വിഷമിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് മിക്കവാറും എടുക്കുന്നത്. ഗൈഡൻസ് മെസ്സേജും കൂടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവരും ഇപ്പോഴൊരു റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അവരൊരു ആക്ഷൻ എടുത്ത് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ലെസ് കോണ്ടാക്ട് ആണ്, ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കം, പിണക്കം എന്തുണ്ടെങ്കിലും അവരത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ബ്ലെസ്ഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ അത്രയും അവരെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർ ബ്ലെസ്ഡ് ആണ്. ഇത്രയും നല്ലൊരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർ ബ്ലെസ്ഡ് ആണ് എന്നാണ് അവർ കരുതുന്നത്. അതുപോലെ നിങ്ങളെ അവർ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. ഓക്കെ, അവരൊരു ആക്ഷൻ എടുക്കും. കാരണം അവർ കരുതുന്നത് ഈ റിലേഷൻഷിപ്പ് അവർക്കൊരു ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ബ്ലെസ്ഡ് ആണ് എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ എന്തായാലും അവർ റിലേഷൻഷിപ്പ് എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് ഇപ്പോഴ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ അവരുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്താൽ നിൽക്കുന്നത്. അതായത് നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്, ആ ഒരു സ്നേഹം അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. അവരൊക്കെ ഹൈഡ് ചെയ്ത് എല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചാൽ നിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവരുടെ വിഷമങ്ങൾ അവർ ഹൈഡ് ചെയ്യാണ്. അവർക്ക് നിങ്ങളോട് എല്ലാം എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതെല്ലാം അവർ ഹൈഡ് ചെയ്താണ് ഇപ്പം ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. ഒരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. അവർ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം അവരിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോൾ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ അത്രയും വേഗത്തിൽ തന്നെ അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് വരും. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ അവർ എടുക്കും. ഓക്കെ, ത്രീ ഓഫ് സോർട്സ് ആണ്. അവരിപ്പോൾ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലുള്ള വിഷമം, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഒക്കെ അവർ നേരിടുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ആ ഒരു ഇമോഷൻസ് ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ അവർ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, പക്ഷെ അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ അത്രയും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അതൊക്കെ സഹിച്ചാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും എല്ലാം അവർ ഫേസ് ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് നോക്കട്ടെ. ഐ മിസ് യു എന്നാണ് പറയുന്നത്. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അവർ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ ഒരു മിസ്സിങ് ഫീലാണ് അവർക്കുള്ളത്. അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയ കാരണം അവർ മാറി നിൽക്കുന്നതാണ്. അവർക്ക് എന്തായാലും നിങ്ങളിലേക്ക് വന്നേ പറ്റൂ. ചിലപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ലൈഫിലോട്ട് വരണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ കരുതുന്നത് ഈ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് നിൽക്കുന്നത് കമ്മിറ്റഡ് ആയിട്ടായിരിക്കണം. അതായത് മാനസികമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയാണ് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് നോക്കട്ടെ. സൈലൻസ് എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോൾ മിണ്ടാതെ ഈ ഒരു 4 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു മീനിങ് തന്നെയാണത്. അവർ മിണ്ടാതെ എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഒതുക്കി നിൽക്കുവാണ്. അതുകൊണ്ടാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ അവർ പറയും, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരും. ഇപ്പോഴവർ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ. ഐ മിസ് യു എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. നമുക്കൊരു കാർഡ് കൂടി നോക്കാം. ഡെത്ത് കാർഡാണ്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർ എൻഡ് ആക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പോൾ അവരുടെ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലൊരു അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു ഡെത്ത് അല്ലെങ്കിൽ മരണം അങ്ങനെയുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം അത് അവർ അനുഭവിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവർക്ക് വരാൻ വേണ്ടി പറ്റില്ലല്ലോ, അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അവരുടെ ഇമോഷൻസ് ഒക്കെ അത്രയും വീക്കായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. മെസ്സേജ് നോക്കട്ടെ കേട്ടോ. മിഷൻ എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതേ കാര്യം തന്നെയാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ മുന്നോട്ട് ഈ ഒരു പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലിയിൽ ഒരു ഡെത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടോ വന്ന സമയം അവർക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അവർ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ അവർ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവിടെയാണ് അവർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ അവർ അവിടെയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് അവർ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നയൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഫിനാൻഷ്യലി അവരിപ്പോൾ ഒരു സ്റ്റേബിൾ ആയ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചിലർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു മരണ പ്രശ്നങ്ങളാണെങ്കിൽ ചിലർ അവരുടെ ഫിനാൻഷ്യലി ഉള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. മെസ്സേജ് നോക്കട്ടെ. ഫെയ്ത്ത് എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും മാച്ച് ആവുന്നത് ഡെത്ത് കാർഡുമായിട്ടാണ്. കാരണം അവർ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അവരുടെ ഒരു വിധി അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കാരണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു ഫെയ്ത്ത് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് ഒരു വിധിയാണ് നടന്നിട്ടുള്ളത്. അതായത് അവർ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരുമെന്ന്. ചിലപ്പോൾ അവർക്ക് അത്രയും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ വിഷമിക്കുന്നുണ്ട്, അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. ഓക്കെ. 3 ഓഫ് കപ്സ് ആണ്. അവരുടെ ഫ്രണ്ട്സുമായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ അവരുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്.
അവരിപ്പോൾ വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടാവാം അവരിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഓക്കെയാണ്, അവർ നല്ല രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ അത്രയും മോശമാണ്. ഒരു ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അല്ലാതെ നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ പേഴ്സണൽ എന്നാണ് കാണിക്കുന്നത്. മെസ്സേജ് എന്താ നോക്കട്ടെ കേട്ടോ. റിഗ്രറ്റ് ഉണ്ട് അവർക്ക്, അതായത് അവർ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവരിപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവാം അവർ മനഃപൂർവ്വം മാറി നിൽക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവരൊരു മിഷനിലാണ്. അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ബ്ലെസ്ഡ് ആണെന്ന് അവർ പറയുന്നത്. അതുപോലെ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഐ മിസ് യു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ആയതിനു ശേഷം നിങ്ങളേക്ക് തിരിച്ചു വരും. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന വിഷമാണ് അവർക്കുള്ളത്. അല്ലാതെ നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അവർ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. നിങ്ങളുടെ തോട്ട്സിൽ എപ്പോഴും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരെന്തുകൊണ്ടാണ്, എന്നോട് ഇഷ്ടമില്ലാണ്ടാണോ സ്നേഹമില്ലാണ്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സിലോട്ട് പോവാതെ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർക്ക് സമയം കൊടുക്കുക. അവരുടെ ഒരു സിറ്റുവേഷൻ മാറി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. രേവതി 1995, ഏപ്രിൽ, മൂലം, ഭരണി 1985, ലെറ്റർ യു, ലെറ്റർ എം 1990, 1999, 1993, ലെറ്റർ ജെ, പൂരാടം, ലെറ്റർ എ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. ആ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നോർമലി നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി, അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടെങ്കിൽ അതിനും പിന്നിലൊരു നന്മ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കും അതായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ആ ഒരു സമയം നിങ്ങളുടെ സമയം മുഴുവൻ വേസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുക, നിങ്ങൾ വിഷമിക്കുക, നിങ്ങളുടെ ലൈഫ് മൊത്തം നിങ്ങൾ ഒരു നിരാശയിലോട്ട്, നിങ്ങൾ കൂടുതൽ തകർച്ചയിലോട്ട് പോകാതെ ആ ഒരു സമയം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക. അതായത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരേണ്ട ഒരു സമയമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. അല്ലാതെ നിങ്ങൾ എന്തൊരു കാര്യം ഉണ്ടോ അതിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് പിറകിൽ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം വിഷമിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് കുറേ കണ്ട് ചിരിക്കാമെന്നോ വിചാരിക്കുന്ന ഒരാളല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് അതിജീവിച്ച് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്താണ് നിങ്ങളുടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ പിറകെ സ്നേഹം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകണം എന്നുള്ളതല്ല യൂണിവേഴ്സിൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് സംഭവിച്ച് നിങ്ങൾ വളരണം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം, നിങ്ങൾ ഒന്നുകൂടി ഹയർ ലെവലിലോട്ട് മാറണം എന്ന് കരുതിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണ്. ആ സമയം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. അത്രയും നാൾ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ എനർജി മൊത്തം ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രോത്താണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഗ്രോത്തിലേക്ക് വരികയും നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നല്ല ഏത് കാര്യം നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്ന് ചേരും. ഓക്കെ, നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഫേർട്ട് ഇല്ലാതെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്ക് വേണ്ട സ്നേഹവും എല്ലാം നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്